നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2025 ഫെബ്രുവരി മാസം 16-ാം തീയതി, അതായത് മലയാള മാസം 1200-ാം ആണ്ട് കുംഭമാസം 4-ാം തീയതി ഞായറാഴ്ച. ഇന്നത്തെ നക്ഷത്രമാവട്ടെ അത്തം നക്ഷത്രം. ശരിക്കും പറഞ്ഞാൽ അത്തം നക്ഷത്രം ശുഭനക്ഷത്രങ്ങളിൽ പെടുന്ന നക്ഷത്രമാണ്. അപ്പോൾ ഇന്ന് ഞായറാഴ്ച, സൂര്യഭഗവാന്റെ ദിവസം, അത്തം നക്ഷത്രം, ഇവയെല്ലാം കൂടി ഒത്തു വന്നിരിക്കുന്ന സമയമാണ്. നക്ഷത്രവും കൊള്ളാം, ശരിക്ക് സൂര്യൻ്റെ ദിവസവും നമുക്ക് അനുകൂലപ്രദമാണ്. സൂര്യൻ എന്ന് പറയുമ്പോൾ നക്ഷത്രദേവനാണ്, പ്രപഞ്ചത്തിൻ്റെ നാഥനാണ്. നവഗ്രഹങ്ങളും നിലനിൽക്കുന്നത് തന്നെ സൂര്യപ്രഭാവത്തിലാണ്. അപ്പോൾ സൂര്യൻ്റെ ദിവസം നല്ല നക്ഷത്രവും കൂടി വന്നിരിക്കുന്നതിൻ്റെ പേരിൽ ഇന്ന് നമുക്ക് എന്ത് ശുഭകാര്യങ്ങൾക്കും എടുക്കാം. ശരിക്ക് ഈ ഞായറാഴ്ച ദിവസം, അവധി ദിവസങ്ങളിൽ കുടുംബസമേതം നിൽക്കുന്ന ദിവസം നല്ല ദിവസമല്ലെങ്കിൽ വളരെ കഷ്ടപ്പാടുകൾ ഉണ്ടാവും. കാരണം വളരെ കുടുംബം എന്ന് പറയുമ്പോൾ എന്താണ്? കുടുംബം ഇമ്പമുള്ളതാണ് കുടുംബം. അപ്പോൾ എല്ലാവരുമായിട്ട് കൂടുന്ന ദിവസമാണല്ലോ അവധി ദിവസം. ആ ദിവസം നല്ല ദിവസം അല്ലെങ്കിൽ കുടുംബത്തിനകത്ത് ഇമ്പമില്ലാതെ വരും, അതായത് ഐക്യമില്ലാതെ വരും, പലതരത്തിൽ അസ്വസ്ഥതകളുണ്ടാവും. അതുകൊണ്ട് നല്ല ദിവസമാണ്. കുടുംബസമേതം ഇരുന്ന് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനും കുടുംബത്തിനകത്ത് സമാധാനത്തോടു കൂടി പോകാനുമൊക്കെ സഹായിക്കുന്ന ഒരു ദിവസമാണ് നിങ്ങൾക്കിന്നെന്ന് അറിയുക. കുംഭമാസത്തിലെ അത്ത നക്ഷത്രം ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് ഈ ഒരു വർഷത്തെ ഫലത്തെ, നമ്മൾ ബർത്ത്ഡേക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് എന്തുകൊണ്ടെന്നാൽ ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുന്നതാണ് ബർത്ത്ഡേയിലൂടെ. അങ്ങനെ നമ്മൾ ചിന്തിക്കുന്നത് കൊണ്ടാണ് ബർത്ത്ഡേക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പറയാൻ കാരണം. അപ്പോൾ ബർത്ത്ഡേ സൂര്യൻ്റെ ദിവസമായ ഇന്ന് വരികയും അത്ത നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ, അത് കുംഭമാസത്തിൽ ജനിച്ച അത്ത നക്ഷത്രക്കാർക്ക് വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് ഭാഗ്യദായകമായ ഒരു വർഷമായിരിക്കും എന്ന് മനസ്സിലാക്കുക. ഉദ്യോഗമില്ലാത്ത ആളിന് ഉദ്യോഗത്തെ കൊടുക്കും. അതുപോലെ ജോലിയിലിരിക്കുന്ന ആളിന് ജോലി കയറ്റം കിട്ടും. ബിസിനസ്സാദി കാര്യങ്ങൾ തുടങ്ങാനോ ഒക്കെ ശ്രമിക്കുന്നവർക്ക് അനുകൂലപ്രദമായ വർഷമാണ്. ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുന്നവർക്ക് ഡെവലപ്മെൻ്റ് ഉണ്ടാവും. അതുപോലെ വിദ്യാഭ്യാസപരമായി പഠിത്തം തടസ്സപ്പെട്ട് നിൽക്കുന്നവർക്ക് പഠിത്തം കണ്ടിന്യൂ ചെയ്യാം. പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് നല്ല റിസൾട്ട് കിട്ടും. വിദേശ വിദ്യാഭ്യാസത്തിന് ശ്രമിക്കുന്നവർക്ക് അനുകൂലപ്രദമാണ്. ഇതൊക്കെ നമുക്കൊരു ശോഭനമായി തീരുന്ന വർഷമായതുകൊണ്ട് നിങ്ങൾ കാര്യങ്ങൾക്ക് ഇറങ്ങണം. നമ്മൾ എന്തിനാണ് നല്ല സമയം എന്ന് പറയുന്നു എന്ന് ചോദിച്ചാൽ നമ്മൾ അതിനു വേണ്ടി പ്രയത്നിക്കണം. നല്ല സമയത്ത് ഇറങ്ങി പ്രയത്നിച്ചാൽ മാത്രമേ നല്ലത് വരത്തുള്ളൂ. അതുപോലെ ഇന്ന് ഓരോ കാര്യത്തിന് പോകുമ്പോഴും രാവുകാല സമയം നോക്കി യാത്ര തിരിക്കുന്നത് നന്നായിരിക്കും. ഇന്ന് രാവുകാല സമയം വരുന്നത് കലണ്ടറിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന 4:30 തൊട്ട് 6 മണി വരെയാണെന്ന് ആണെങ്കിൽ പോലും 5:02 തൊട്ടേ രാവുകാലം തുടങ്ങുള്ളൂ. 4:30 തുടങ്ങൂല. 5:02 തൊട്ട് 6:30 വരെയാണ് രാവുകാല സമയം. അതുകൊണ്ട് 6 മണി കഴിഞ്ഞ് അയ്യോ രാവുകാലം തീർന്നു എന്ന് പറഞ്ഞ് ഇറങ്ങിക്കളയല്ലേ. അയ്യോ രാവുകാലം ഇതാ തുടങ്ങി എന്ന് വിചാരിച്ച് വെപ്രാളം കാണിക്കരുത്. ഇവിടെ 5:02 വരെയുണ്ട്. രാവുകാല സമയത്ത് യാത്രയ്ക്ക് മാത്രമേ ബാധകമുള്ളൂ. നമ്മൾ ഓരോ ശുഭകാര്യങ്ങൾക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നത് വഴിയിലായി പോവും. ഒരു കാര്യങ്ങളും നിശ്ചിത സമയത്തിനുള്ളിൽ പൂർത്തീകരിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടാവും. അതുകൊണ്ട് രാവുകാല സമയം കാര്യങ്ങൾക്ക് എടുക്കാതിരിക്കുക. അതേപോലെ മറ്റൊരു ഏറ്റവും വലിയ പ്രത്യേകത, യമകണ്ഠകാലവും ഗുളികകാല സമയവും ഒരു ദിവസം 3 മണിക്കൂറോളം സമയം ഇവർക്ക് 2 പേർക്കുമായിട്ട് അനുവദിച്ച് കൊടുത്തിട്ടുണ്ട്. പകല് 12 മണിക്കൂറുള്ളതിൽ 3 മണിക്കൂറോളം സമയം അവർക്ക് അനുവദനീയമായ സമയമാണ്. ആ സമയത്തിൽ കയറി ആകിലും നമ്മൾ കൈകടത്താതിരിക്കുക. കാരണം അവർ നെഗറ്റീവ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയമാണ്.
അപ്പോൾ ഈ സമയം വരുന്നത് ശരിക്ക് ഗുളികകാല സമയം വരുന്നത് 3:34 തൊട്ട് 5:02 വരെയും യമകണ്ഠകാല സമയം വരുന്നത് 12:39 തൊട്ട് 2:06 വരെയും. ഈ സമയം ഒരു ശുഭകാര്യത്തിനും എടുക്കരുത്. എല്ലാ ദിവസവും അഭിജിത്ത് മുഹൂർത്തമുണ്ട്. അഭിജിത്ത് മുഹൂർത്തം എന്ന് പറയുന്നത് എന്ത് ദോഷത്തെയും നമുക്ക് അതിജീവിച്ച് പോകാൻ സഹായിക്കുന്ന ഒരു സമയമാണ്. അത് മുഹൂർത്തം ഇല്ലാത്ത ദിവസം വരെ ജ്യോതിഷികൾ ഈ മുഹൂർത്തത്തെ എടുത്ത് കുറിച്ചു കൊടുക്കും. അപ്പോൾ അഭിജിത്ത് മുഹൂർത്തം ഇന്നും വരുന്നത് ശരിക്ക് 12:15 തൊട്ട് 1:03 വരെയാണ്. അതുപോലെ ഇന്നും നമുക്ക് പുറത്തൊക്കെ പോകുന്നതാവട്ടെ, വീട്ടിൽ നിൽക്കുന്ന അതാവട്ടെ, വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുത്തുകൊള്ളുക. പ്രപഞ്ചത്തിൽ നിന്ന് പോസിറ്റീവ് എനർജി സ്വീകരിച്ചെടുക്കണം. അതിനുവേണ്ടി റെഡ് മിക്സ് ആയിട്ടുള്ളതോ, താമരപ്പൂവിൻ്റെ കളറിലുള്ളതോ, അല്ലെങ്കിൽ റോസ് കളറിലുള്ളതോ, ചുടുകലിൻ്റെ കളറിലുള്ളതുമായിട്ടുള്ള വസ്ത്രധാരണം നമ്മൾ വസ്ത്രത്തിൻ്റെ കൂടെ ഉൾപ്പെടുത്തണം. അപ്പോൾ നമുക്ക് നമ്മളിലേക്ക് പോസിറ്റീവ് എനർജി പ്രൊഡ്യൂസ് ചെയ്യും. നമുക്ക് കുറച്ചുകൂടി ഐശ്വര്യവും സമാധാനവും സന്തോഷവും ഒക്കെ ലഭിക്കുകയും ചെയ്യും. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും ഭാഗ്യദായകമായി തീരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.